നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കും നമ്മുടെ ഫേസ്ബുക്കിനകത്ത് നിങ്ങളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഫേസ്ബുക്കിനകത്തുണ്ട്. ഏതാണ് ഫീച്ചർ നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണണം, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് ഫീച്ചർ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു മാർക്കറ്റ് പ്ലേസ് എന്നുള്ളൊരു സ്ഥലം. ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മുടെ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കും, നമുക്കുള്ള വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. വാഹനങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സാധനം വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. തയ്യൽ മെഷീൻ കാണിക്കുന്നുണ്ട്, മൊബൈൽ ഫോണുണ്ട്, വാഹനങ്ങളുണ്ട്. എന്ത് സാധനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിലും ഇവിടെ സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സാധനം സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വാടകയ്ക്ക് വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ, വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡ്രസ്സ്, അതുപോലെ തുടങ്ങിയിട്ട് ഫർണിച്ചറുകൾ, എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുത്തു. സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്, പക്ഷെ നല്ല വാഹനം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ലൊക്കേഷൻ മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ലൊക്കേറ്റ് മീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ സെലക്ട് ആകും. ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് എവിടെയാണോ ഉള്ളത് ആ പരിധിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആ വാഹനമാണെങ്കിൽ വാഹനം ക്ലിക്ക് ചെയ്ത് അതിന് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. വർഷവും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസൊക്കെ കാണും. അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ആ വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലൊരു വാഹനമോ മൊബൈലോ അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും സാധാരണ നമ്മൾ ഈ OLX ഒക്കെ ഉപയോഗിക്കുന്ന അതേ ഫീച്ചർ തന്നെയാണ്. OLXനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഈ ഫീച്ചർ. ഇവിടെ സെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സാധനം ഇതുപോലെ ഐറ്റം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് ഐറ്റമാണെന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് അതിന് ടൈറ്റിലും പ്രൈസും ഏത് കാറ്റഗറി ആണെന്ന് സെലക്ട് ചെയ്ത് വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫർണിച്ചറോ ടൂൾസോ വാഹനമോ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പബ്ലിഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആ സാധനം ഇതിനകത്ത് വരികയും നിങ്ങൾ ഡയറക്റ്റ് ആളുകൾ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ OLX ഒന്നും തപ്പി നടക്കേണ്ട. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ തന്നെ ഈ സൗകര്യമുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഫേസ്ബുക്കിനകത്ത് ഈ ഫീച്ചർ കാണില്ല. ഞാനിതെങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തെടുക്കുക എന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഈ ഒരു ഫീച്ചർ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫേസ്ബുക്കിന് മുകളിൽ നിന്ന് ആ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഫീച്ചർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്കിനകത്ത് ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ പ്രൊഫൈൽ വലതു ഭാഗത്ത് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളത് ഓൺ ആകില്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാം സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഇവിടെ കാണാം നാവിഗേഷൻ ബാർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണും. ഇവിടെ ഏറ്റവും മുകളിൽ കസ്റ്റമൈസ് ദ ബാർ എന്നുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ആ മുകളിൽ ഫേസ്ബുക്കിൻ്റെ മുകളിൽ കാണേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചർ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മാർക്കറ്റ് പ്ലേസ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് ഹിഡൻ ആയിട്ടാണ് കാണുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണെങ്കിലും അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ പിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മാർക്കറ്റ് പ്ലേസ് പിൻ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകാം. അവിടെ കാണാൻ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ആ ഒരു ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതില്ലാത്ത ആളുകൾ ഇതുപോലെ എനേബിൾ ചെയ്ത് വെക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് വിൽക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.